അച്ഛാ, ഒരു വ്യക്തിക്ക് സമ്പാദ്യം തുടങ്ങാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എത്ര വെച്ചിട്ട് തുടങ്ങണം? അവരുടെ വരുമാനത്തിന്റെ 40% സേവ് ചെയ്യണമെന്നാണ് നമ്മൾ പറയാറുള്ളത്. അതായത് ഒരു ഉദാഹരണത്തിന് 1,00,000 രൂപ വരുമാനമുള്ള ഒരാൾ, അവര് മാസം 1,00,000ന്റെ 40% എന്ന് പറയുന്ന ഒരു 40,000 രൂപയെങ്കിലും സേവ് ചെയ്യണം. അതിപ്പോൾ 50,000 രൂപയുള്ള ആളാണെങ്കിൽ ഒരു 20,000 രൂപയെങ്കിലും സേവ് ചെയ്യണം എന്നതാണ് നമ്മൾ പറയാറുള്ളത്. അതായത് ഈ സേവിങ്സ് എന്ന് പറയുന്നത് ഒരു ശീലമാക്കണം. ഈ സേവിങ്സ് എന്നുള്ളത് ഒരു സ്കില്ലാണ്, ഒരു കഴിവാണ് എന്നുള്ള രീതിയിലാണ് പൊതുവെ എല്ലാവരും കാണുന്നത്. അങ്ങനെയല്ല ഒരിക്കലും. അതായത് ഈ സേവിങ്സ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റാണ്, ഒരു ശീലമാണ്. ആ ശീലം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. അപ്പോൾ അതാണ് നമ്മൾ ഭണ്ണാരൊക്കെ വെച്ചിട്ട് സേവിങ്സ് പഠിപ്പിക്കുന്ന കുട്ടികളാണ്. അപ്പം അങ്ങനെ അത് ശീലിച്ച് വരുന്നവർക്ക് അത് പിന്നീട് അതൊരു സ്വഭാവവും ശീലമായി മാറുമ്പോൾ എപ്പോഴും അവർക്ക് ആ ഒരു ഭാവിയിലേക്ക് ഒരു കരുതൽ വേണം എന്നുള്ള രീതിയിൽ സമ്പാദ്യശീലം വളർത്താൻ അവർക്കൊരു സമ്പാദ്യം ചെയ്യാനുള്ള ഒരു ഒരു എപ്പോഴും ഒരു താല്പര്യമുണ്ടാവും. ഒരാള് പോളിസി എടുക്കാൻ വന്നാൽ എത്രേന്റെ പോളിസിയാണ് എടുക്കാൻ പറയാ? അതായത് ഒരു വ്യക്തിക്ക് എത്ര ഇൻഷുറൻസ് കവറേജ് വേണം എന്നുള്ളത്, അതും സാധാരണ നമ്മൾ പറയാറുള്ളത് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റില്ല. ഇതിനൊക്കെ ഒരു ഹ്യൂമൻ ലൈഫ് വാല്യൂ കാൽക്കുലേഷനൊക്കെ ഉണ്ട്. HLV എന്ന് പറയും. ഒരു HLV കാൽക്കുലേഷനൊക്കെ വേണം. പക്ഷേ നമുക്കൊരു അതിന് പുറമെ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ വാർഷിക വരുമാനത്തിൻ്റെ 10 മുതൽ 15 മടങ്ങ് വരെ ഇൻഷുറൻസ് കവറേജ് വേണമെന്ന് പറയാം. അങ്ങനെ ഒരു കവറേജ് ഉണ്ടായാൽ മാത്രമേ ആ വ്യക്തി, അതൊരു കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ, അവരുടെ ആ വരുമാനത്തിൻ്റെ 10 മുതൽ 15 മടങ്ങ് വരെയെങ്കിലും ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഒരു അഭാവം ആ കുടുംബത്തിൽ ഉണ്ടായാൽ ആ കുടുംബത്തിന് അവർ അന്ന് വരെ ജീവിച്ച അതേ ജീവിത രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.